ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് 4000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 1000 വാച്ചവേഴ്സും കൊണ്ടുവന്ന് എങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ചാനൽ എളുപ്പത്തിൽ മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്തെടുക്കാം, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു 30 ദിവസത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇനി നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളിട്ട വീഡിയോസിൽ നിന്നും കിട്ടിയ കമൻസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് 1000 സബ്സ്ക്രൈബറിന് താഴെയുള്ള നിരവധി യൂട്യൂബേഴ്സ് ഇപ്പോഴും വർക്ക് ചെയ്തിട്ടും അവരുടെ യൂട്യൂബ് ചാനലിൽ ഏണിങ്സോ അല്ലെങ്കിൽ ഒരു ഇതുവരെയും മോണിറ്റൈസേഷൻ കിട്ടാത്ത നിരവധി ആളുകൾ ഇപ്പോഴും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോഴും നല്ല യൂട്യൂബേഴ്സ് നല്ല വീഡിയോസ് ഇട്ടിട്ടും അവരുടെ ചാനലിന് ഒരു ഗ്രോത്തും ഇല്ലാണ്ട്, നല്ല സബ്സ്ക്രൈബർ പോലും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന നിരവധി യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളിടുന്ന വീഡിയോയിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇനിയും നമ്മുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലുള്ള കമൻസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു 30 ദിവസത്തെ ഒരു ചലഞ്ച് നമ്മൾ കൊണ്ടുവരാൻ കാരണം 30 ദിവസം കൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ 4000 വാച്ചബേഴ്സും കൊണ്ടുവന്ന് മോണിറ്റൈസേഷൻ വരെ നമ്മൾ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ചെയ്ത് 100% നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത് വരെ, അതായത് 30 ദിവസത്തെ ചലഞ്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് വളരെ എളുപ്പത്തിന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് മോണിറ്റൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പക്ഷേ ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 4000 വാച്ചവേഴ്സും കൊണ്ടുവന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ദിവസത്തെ ചലഞ്ചിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. കാരണം നമ്മളിടുന്ന ഈ ഓരോ വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ്. കാരണം നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇതിൻ്റെയൊക്കെ ലൈവ് വീഡിയോസും അതുപോലെ നമ്മൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കാരണം ലൈവ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ പക്കായിട്ട് ലൈവായിട്ട് ഇടുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോ ലൈവായിട്ട് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇടുന്ന മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്തു തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 30 ദിവസത്തെ ചലഞ്ചിൽ പങ്കെടുക്കുക. അതായത് 30 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ വീഡിയോ ഇടും. ഓരോ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം ഇട്ടില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ വീഡിയോ ഉണ്ടാവും. ഈ ഓരോ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണണം. കാരണം അവസാനം വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ പറയുന്ന കാര്യത്തിൽ 100% ഇൻഫർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു 75% ഇൻഫർമേഷനെങ്കിലും നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് 100% ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു 75% ഇൻഫർമേഷൻ എന്തായാലും ലഭിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനലിൽ ഒരു 30 ദിവസത്തേക്കുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 30 ദിവസത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾ ആ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നോക്കി വെച്ചിട്ട് ഈ 30 ദിവസം കഴിയുമ്പോൾ എത്ര പേർക്ക് മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും കണ്ടിട്ട് അതിൻ്റെ ഡൗട്ട്സുകൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ട ശേഷം, അതായത് ഞാനിടുന്ന വീഡിയോസ് കണ്ട ശേഷം നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ഇടുക. കാരണം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ 30 ഡേയ്സ് ചലഞ്ച് നമ്മൾ എടുക്കുക. 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കിട്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ 100% മോണിറ്റൈസേഷൻ ഞാൻ വാങ്ങിത്തന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ നിർത്തും എന്ന് ഞാൻ 100% പറയുന്നു. കാരണം എൻ്റെ ഞാനിടുന്ന വീഡിയോ കണ്ട്, അതായത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നമ്മളിവിടെ നിർത്തുകയാണ്. കാരണം ഇത് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാവും. അതുകൊണ്ട് 30 ദിവസം അല്ലെങ്കിൽ 30 ഡേയ്സ് വീഡിയോയുടെ ആ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുക. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കണം, ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ ഒരാൾക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ നിർത്തും, ഉറപ്പായിട്ട് നമ്മൾ നിർത്തിയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.